മോളിന്താടി കുഴലൊടി പതിൽ പടി തകൃതിയിൽ സുഹൃതമിലെ കഥ കൊഞ്ചമാറി വീരെ കുഴൽ കൊഞ്ചും സൂലൈഖാത്തൻ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുതിടും കരുത്തരുണ്ടേ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുതിടും കരുത്തരുണ്ടേ അതനുണ്ട് കീന കണ്ട് അജബുണ്ട് നീജം വിണ്ട് അശകിയാലുണർന്നൂത് കോതി മതം മികവായ് അതനുണ്ട് കീന കണ്ട് അജബുണ്ട് നീജം വിണ്ട് അശകിയാലുണർന്നൂത് കോതി മതം മികവായ് കനേ ശോകനേ ഇഷ്കാൽ മംഗ കേരളായ് ഹക്കനേ ശോകനേ ഇഷ്കാൽ മംഗ കേരളായ് അതിലെങ്കും മുഖഭംഗി മനമിങ്ങൾ നിറന്തൂതി കുസൃതിയിൽ കസർവകളെ കുസൃതിയിൽ കസർവകളെ കഥ കൊഞ്ചമാറി വീരെ കുഴൽ കൊഞ്ചും സൂലൈഖാത്തൻ കാതൽ താടി മുഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ കാതൽ താടി മുഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ ചിദമ്മയുടെ പണിന്തിട് ചതുർപാകം ഹിതമാടി ചുടിയോടെ വീളിത്തിട് തെളിത്തുളം ഹോശിയായി ചിദമ്മയുടെ പണിന്തിട് ചതുർപാകം ഹിതമാടി ചുടിയോടെ വീളിത്തിട് തെളിത്തുളം ഹോശിയായി കുഞ്ചിടേ കുഞ്ചിടേ ശോകിൻ ബഹറിൽ നീന്തലായി അഞ്ചിടേ കുഞ്ചിടേ ശോകിൻ ബഹറിൽ നീന്തലായി അത് ബുദ്ധ നബി തങ്ങൾ മടവിയിൽ മോളിന്തുതയ അഹദിനെ വണങ്ങുമലേ അഹദിനെ വണങ്ങുമലേ കഥ കൊഞ്ചമാറി വീരെ കുഴൽ കൊഞ്ചും സൂലൈഖാത്തൻ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ കരുത്തുറ്റ കഹർലങ്കു ബദിരത്ത ബസ്ഫാം കസപൊള്ളി തിളങ്ങിടും ബഷർകളിൽ നിസ്ഫാം കുതിരത്തിനതിർപ്പത്തിൽ തെളിന്താടും യൂസുഫാം തെളിന്താടി മോളിന്താടി കുഴലിനോടി ഫലൽ പടി തകൃതിയിൽ സുഗതമിലെ കഥ കൊഞ്ചമാറി വീരെ കുഴൽ കൊഞ്ചും സൂലൈഖാത്തൻ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ കാതൽ താടി മൊഞ്ചിൽ ഉതിലെങ്കി മരുന്നിടും കരുത്തരുണ്ടേ. വേദിയിൽ വിരുന്നെത്തുന്നു ഐഡിൽ സ്പീച്ച് തമീം. വിഷയം ഇസ്തിഗാസ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിമുകളും, സുന്നികളും അസുന്നികളും
ഏറെ കാലമായി തർക്കത്തിലിരിക്കുന്ന മർമ്മപ്രധാനമായ വിഷയമാണ് ഇസ്തിഗാസ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയ അമാനുഷിക സിദ്ധികൾ കൊണ്ട് അവർ നമ്മെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നടത്തുന്ന സഹായാർത്ഥനയാണ് ഇസ്തിഗാസ. ഇത് അനുവദനീയവും പുണ്യകർമ്മവുമാണെന്നാണ് അഹ്ലുസുന്നയുടെ പക്ഷം. കാരണം ഹിജ്റ 8-ാം നൂറ്റാണ്ട് വരെ ആരും തന്നെ ഇസ്തിഗാസയെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. ആദ്യമായി ഇസ്തിഗാസയെ എതിർത്ത് സംസാരിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു തൈമിയ്യയാണ്. ഇത് അദ്ദേഹം തന്നെ തൻ്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ സുബക്കി ഇമാം അവിടുത്തെ ശിഫാ ഉസ്സഖാമിലെ 133-ാമത്തെ പേജിലൂടെ പറയുന്നു, ഇഅ്ലം അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുൽ വൽ ഇസ്തിഗാസതു വതശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുലും ഇസ്തിഗാസയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശുപാർശ തേടലും അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് സുബക്കി ഇമാം അവിടുത്തെ ശിഫാ ഉസ്സഖാമിലൂടെ പറയുന്നു. ഇനി ഇസ്തിഗാസയെക്കുറിച്ച് ഇസ്ലാമിലെ പ്രമാണങ്ങളുടെ നിലപാടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇസ്ലാമിലെ 1-ാം പ്രമാണമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാക്കിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹും അവൻ്റെ റസൂലും നിസ്കാരം മുറ പോലെ നിലനിർത്തുന്ന സകാത്ത് കൊടുത്തു വീട്ടുന്ന സത്യവിശ്വാസികളുമാണ്. ഇവിടെ വലിയനിക്ക് സഹായി എന്നർത്ഥം എവിടുന്ന് കിട്ടി? മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറായ തഫ്സീർ റാസിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായി കാണാം, ബി അന്നൽ വലിയ ഇന്നമാ വലിയകുമുല്ലാഹ് ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി. ഈ ആയത്തിൽ പരാമർശിച്ച വലിയനിക്ക് സഹായി ഇഷ്ടക്കാരൻ മാത്രമേ എന്ന അർത്ഥം മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്ന്. ഇനി വലിയന്റെ പരിധിയിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരണപ്പെട്ടവരും ഉൾപ്പെടുമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് താബികളുടെ നേതാവായ ഹസൻ ബസർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വല്ലാഹിറ ഖൗലി വല്ലദീന ആമനു ഉമൂമൻ ആമന മൻ മളാ മിൻഹു വമൻ ബഖിയ. ഈ ആയത്തിൽ പരാമർശിച്ച വല്ലദീന ആമനു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരണപ്പെട്ടവരും ഉൾപ്പെടുമെന്ന്. ഇത് അബൂ ഹയ്യാൻ തങ്ങൾ തൻ്റെ തഫ്സീറായ ബഹറുൽ മുഈത്തിലെ 3-ാം വാള്യം 513-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടതായി നമുക്ക് കാണാം. ഇനി ഇസ്ലാമിലെ 2-ാം പ്രമാണമായ ഹദീസിൻ്റെ നിലപാടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിനു ശേഷം സ്വഹാബത്ത് ധാരാളം ഇസ്തിഗാസ നടത്തിയതായി നമുക്ക് കാണാം. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ ബുഖാരിയിൽ 3648-ാമതായി കൊണ്ടുവരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി സമീഅതു മിൻക ഹദീസൻ കസീറൻ അൻസാഉ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേൾക്കുകയുണ്ടായി, പക്ഷേ അവയൊക്കെ ഞാൻ മറക്കുകയാണെന്ന് മറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നോട് എൻ്റെ മേൽമുണ്ട് വിരിക്കാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ മേൽമുണ്ട് വരിക്കുകയും അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൂന്യതയിൽ നിന്ന് എന്തെല്ലാം കോരിയിട്ടുകൊണ്ട് അതെന്നോട് ചേർത്ത് പിടിക്കുകയും പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ അത് ചേർത്ത് പിടിക്കുകയും പിന്നീട് ഞാൻ അതിനുശേഷം ഒന്നും മറന്നിട്ടില്ല. ഇസ്തിഗാസക്ക് ധാരാളം സ്വഹാബത്തും താബികളും തബഉ താബികളും ധാരാളം നമ്മളെ തെളിവുകൾ നമുക്കുണ്ട്. ചുരുക്കത്തിൽ ഇതാണ് താബികളും തബഉ താബികളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹക്ക് ഹക്കായും ബാത്തിലായും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.